അമേരിക്ക ഭാരതത്തിന്റെ കാർഷിക മേഖലയിലെ വാതായനങ്ങൾ തുറക്കണമെന്ന് ഡിമാൻഡ് ചെയ്തിട്ട് വർഷങ്ങളായി. ഇതുവരെ ഇന്ത്യയെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഷീ ജിൻപിങ്ങിന്റെയും ചൈനയുടെയും പോളിസി പക്ക കച്ചവടമാണ്. പ്രത്യയശാസ്ത്രം നമുക്ക് രണ്ടാം സ്ഥാനത്തേ ഉള്ളൂ. ചൈനയിൽ കമ്മ്യൂണിസ്റ്റും ഒക്കെ ഒരു പറച്ചിൽ മാത്രമേ ഉള്ളൂ. പാകിസ്ഥാൻ എക്കാലത്തും അമേരിക്കയോട് ശീതയുദ്ധകാലത്ത് ഉൾപ്പെടെ അമേരിക്കയോട് ചേർന്ന് നിന്ന രാജ്യമാണ്. പക്ഷെ ഒസാമ ബിൻ ലാദനെ പൊക്കിയത് അബദ്ധബാദിൽ നിന്നാണ്, പാകിസ്ഥാനിൽ നിന്നാണ്. മാറി വരുന്ന ഭൗമരാഷ്ട്രീയത്തിൽ ഇന്ത്യയെ തള്ളിക്കളയുന്നതിൻ്റെ അപകടം അമേരിക്ക മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നമുക്ക് മ്യൂച്വലി ബെനിഫിഷ്യൽ ഡീലിലേക്ക് വരാം. പാക് താലിബാൻ വലിയൊരു ശക്തിയായി വരുന്നു. അവർ അഫ്ഗാൻ താലിബാനുമായി സഹകരിക്കുന്നു. താലിബാനും അഫ്ഗാൻ താലിബാനും തമ്മിൽ കൊടുക്കൽ വാങ്ങലുകളുണ്ട്. അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ നിലവിൽ ഇന്ത്യയുടെ സ്വാധീന വലയത്തിലാണ്. ഒരു വർഷം മുമ്പുള്ള അമേരിക്ക അല്ല ഇപ്പോൾ. മച്ച് ബെലോ ഡൗൺ. ഇറാനെ പൂർണ്ണമായി പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. അമേരിക്ക ഇന്ത്യയുമായി ഇപ്പോൾ അടുക്കാൻ ശ്രമിക്കുകയാണോ? അതിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? ഇന്ത്യ UAE ബന്ധം കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെ? പാകിസ്ഥാൻ നമ്മുടെ ഏഷ്യൻ മേഖലയിലെ ഭൗമരാഷ്ട്രീയത്തിൽ കൂടുതൽ നിർണായകമായ പങ്കിലേക്ക് ഉയരുകയാണോ? പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക് നീങ്ങുകയാണോ, അതോ കൂടുതൽ അപകടത്തിലേക്കോ? പരിശോധിക്കാം. നമുക്ക് നമ്മോടൊപ്പം ചേരുകയാണ് വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ്. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ, ഇപ്പോൾ നമ്മൾ ഈ ചർച്ച ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അത് പല ഭാഗങ്ങളായി തിരിച്ച് നമുക്ക് പരിശോധിക്കേണ്ട ഒന്ന് തന്നെയാണ്. ആദ്യം അമേരിക്ക ഇന്ത്യയുമായി ഇപ്പോൾ കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, വാർത്തകളിലൂടെ അറിയാൻ കഴിയുന്നത്. എന്തായിരിക്കാം കാരണം? ഒരു 2 വർഷം മുൻപ് വരെ നമുക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. പെട്ടെന്ന് ട്രംപ് ഇന്ത്യയെ ശത്രുപക്ഷത്ത് കാണുകയാണ്. അതിനുശേഷം വീണ്ടും നമ്മളിലേക്ക് അടുക്കുകയാണ്. എന്തൊക്കെയാണ് ഇതിന് പിന്നിലുള്ളതെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഭൗമ രാഷ്ട്രീയം പെട്ടെന്ന് മറിയുന്ന ഒന്നാണ്. ഈ രാഷ്ട്രീയത്തിൽ, കക്ഷി രാഷ്ട്രീയത്തിൽ സ്ഥിരമായ സുഹൃത്തുക്കളുമില്ല, സ്ഥിരമായ ശത്രുക്കളുമില്ല, സ്ഥിരമായ താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതിന് സമാനമായി പ്രാദേശികമായ രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ അതനുസരിച്ച് മറിയുന്ന ബന്ധങ്ങളാണ്. അതാണ് പെർമനന്റായി അമേരിക്കയുമായി എക്കാലത്തും സൗഹൃദം ഉണ്ടായിട്ടില്ല. എന്നാൽ വളരെ വലിയ സൗഹൃദമുണ്ട് എന്ന് തോന്നൽ ജനിപ്പിച്ചു. പിന്നീട് ഇതൊരു മരീചികയായിരുന്നു എന്ന് മനസ്സിലാക്കി ലേശം മാറി നിന്നു. ഇപ്പോൾ ഇതാ വർദ്ധിത വീര്യത്തോടുകൂടി വീണ്ടും ബന്ധം സ്ഥാപിക്കാൻ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവും ശക്തമായ ജനാധിപത്യ രാജ്യവും തമ്മിലുള്ള ബന്ധം എന്ന നിലയിൽ വീണ്ടും ഊട്ടിയുറപ്പിക്കുകയാണ്. നമുക്കതിൻ്റെ ഇപ്പോൾ ഇപ്പം മാർക്കോ റൂബിയോയുടെ, അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ ഭാരത സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ് ഒരുപക്ഷെ ഇത്രയും ഗൗരവമായി നമ്മൾ സംസാരിക്കുന്നത്. ചർച്ച നേരത്തെ തന്നെ പ്ലാൻ ചെയ്തതാണ് സന്ദർശനമെല്ലാം. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വെസ്റ്റ് ഏഷ്യ പീസ് പ്രോസസ്സിൻ്റെ അവസാന ഘട്ടത്തിൽ നിൽക്കുകയാണെന്നാണ് പൊതുവേ ഉള്ള ഒരു ചിന്ത. പാകിസ്ഥാൻ ബ്രോക്കേർഡ് പീസ് എന്നുകൂടി പറഞ്ഞു തുടങ്ങി ലോകം. യഥാർത്ഥത്തിൽ അതൊന്നുമല്ല. അമേരിക്കയുടെ ഏജന്റായി പാകിസ്ഥാനെ സമാധാന ചർച്ചയ്ക്ക് നിയോഗിച്ചു എന്നതാണ് ശരി. പാകിസ്ഥാൻ ചൈനയുടെ ഇൻപുട്ട് എടുത്തു എന്നതും ശരിയാണ്. ഇന്ത്യക്ക് ഇതിലൊന്നും ഒരു പങ്കാളിത്തവും ഇല്ലാതെ മാറി നിൽക്കുകയാണ്. മാത്രമല്ല, പാകിസ്ഥാനും സൗദി അറേബ്യയും തുർക്കിയും ഈജിപ്തും ചേർന്ന് ഇനി ഞങ്ങൾ നോക്കിക്കൊള്ളാം, ആ പ്രദേശത്തിൻ്റെ സുരക്ഷ ഇറാനോ ഇസ്രയേലോ അതിർവരമ്പുകൾ ലംഘിക്കുകയാണെങ്കിൽ ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന ഒരു അദൃശ്യമായ കൽപ്പന കൂടി ഇതോടൊപ്പം ചേർത്ത് വായിക്കുന്നുണ്ട് അമേരിക്ക. അതായത് അമേരിക്കയുടെ ആവശ്യം ഇനിയില്ല, നിങ്ങൾ പോലീസ് കളിക്കേണ്ട, ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്നാണോ? ഫലത്തിൽ കടക്ക് പുറത്തെന്ന് പറയുന്നതിന് താഴെയുള്ള ഒരു സ്റ്റേജാണിത്. അമേരിക്കൻ സേനാ താവളങ്ങൾ വൻതോതിലുണ്ട്. 19ഓളം താവളങ്ങളുണ്ട്. വ്യോമ, നാവിക, കരസേനാ താവളങ്ങളുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ പലയിടത്തായി. ശരിയാണ്. പക്ഷെ അതൊക്കെ ഇനിയും നിലനിൽക്കും, ഇല്ല എന്നല്ല. പക്ഷെ ഇതിൻ്റെ ഒരു നിരർത്ഥകത അത് കൂടുതൽ ഗൾഫ് രാജ്യങ്ങൾ, GCC രാജ്യങ്ങൾക്ക് ബോധ്യം വരികയാണ്. ഇപ്പോൾ അവർ അമേരിക്കയെ തള്ളി പറയില്ല, കാരണം അമേരിക്ക ആവശ്യമുണ്ട്. പക്ഷെ നാളുകളിലെ ഭൗമരാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ അമേരിക്കൻ സാന്നിധ്യം അവിടെ തുടർന്നാൽ എന്നും അവിടെ പ്രശ്നമായിരിക്കും. ഹോർമോസ് ഇറാന്റെ മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളുടെ എല്ലാം ജീവനാഡിയാണ്. മുന്നോട്ട് പോകണമെങ്കിൽ ഹോർമോസ് ശാന്തമാകണം.
അതുകൊണ്ട് ശാശ്വതമായ പരിഹാരങ്ങളാണ് വേണ്ടത്. അമേരിക്ക അവിടെ ഉണ്ടെങ്കിൽ, പ്രദേശത്ത് അമേരിക്കയുടെ സാന്നിധ്യമുണ്ടെങ്കിൽ തീർച്ചയായും ഇസ്രായേലും അമേരിക്കയും ആ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇറാനും ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് നമ്മുടെ ആളുകളുടെ ഉൾപ്പെടെ താല്പര്യങ്ങൾക്ക് എതിരാണ്. കാരണം ഇന്ത്യക്കാരായ ആളുകൾ പോകുന്നത് ഇറാനിലേക്കുമല്ല, ഇസ്രായേലിലേക്ക് ചെറിയ നമ്പർ പോകുന്നുണ്ട്, പക്ഷേ കൂടുതൽ പോകുന്നത് UAE-യിലേക്കും സൗദിയിലേക്കുമൊക്കെയാണ്. അപ്പം അവരുടെ ഉൾപ്പെടെ സ്വപ്നങ്ങൾ പൂവണിയണമെങ്കിൽ സമാധാനം ഉണ്ടാകണം, അവിടെ പ്രൊഡക്ഷൻ നടക്കണം. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഒരു ലാർജർ ചിത്രം ഉരുത്തിരിഞ്ഞ് വരികയാണ്. അതാണ് അതിൻ്റെ പശ്ചാത്തലം. പാകിസ്ഥാനും സൗദിയും തമ്മിലൊരു സൈനിക കരാറുണ്ട്. 2 വർഷമായി നിലവിലുള്ളൊരു സൈനിക കരാറാണ്. അത് നമ്മൾ ഇന്ത്യ ഒരു പരിധിവരെ ഞെട്ടിക്കുന്നൊരു കരാറാണ്. ആണവരാജ്യമായ പാകിസ്ഥാൻ സൗദിയുമായി കൈകോർക്കുകയാണ്. അത് ഒരു വശം. ഇന്ത്യയും ടർക്കിയും തമ്മിൽ അത്ര നല്ല ബന്ധത്തിലല്ല. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് നമ്മളത് കണ്ടതാണ്. തുർക്കിയുടെ കപ്പലുകൾ കറാച്ചി തീരത്ത് അടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. തുർക്കി പ്രസിഡന്റ് തയ്യിബ് എർദോഗാന്റെ ഭാഗത്തുനിന്ന് വന്ന ചില പ്രസ്താവനകൾ ഉൾപ്പെടെ ഇന്ത്യക്ക് അലോസരമുണ്ടാക്കിയ ചില പ്രസ്താവനകളാണ്. അപ്പം തുർക്കിയെ വിശ്വസിക്കാൻ പാടില്ല. തുർക്കിക്ക് ഒരു സിവിലൈസേഷണൽ മോഹം കൂടിയുണ്ട്. ഈ ഇസ്ലാമിക ലോകത്ത് ഏറ്റവും വലിയ ശക്തിയായി ഇങ്ങനെ പരിലസിച്ച് നിൽക്കണമെന്നൊരു താല്പര്യം കൂടിയുണ്ട്. അതേപോലെ ഈജിപ്റ്റ് ഇന്ത്യയുമായി ചരിത്രപരമായ നല്ല ബന്ധമുള്ള രാജ്യമാണ്. പക്ഷേ ആ ഒരു വലയത്തിൽ വരികയാണ്. അങ്ങനെയാണ് 4 രാജ്യങ്ങൾ. ഇതൊരു സഖ്യമായി രൂപപ്പെട്ടിട്ടില്ല. പക്ഷെ ഈ സാധ്യത അമേരിക്ക മുൻകൂട്ടി കാണുന്നു. അവിടെയാണ് 2 സന്ദർശനങ്ങൾ വളരെ വളരെ നിർണായകമായി വരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിസിറ്റ് ചൈന ലാസ്റ്റ് വീക്ക്. അമേരിക്കാസ് ഫോറിൻ സെക്രട്ടറി മാർക്കോ റൂബിയോ വിസിറ്റിംഗ് ഇന്ത്യ അറ്റ് ദ മോമെന്റ്. 2 സന്ദർശനങ്ങൾ. ചൈന സന്ദർശനം വാസ് എ ഡാം സ്ക്വിബ്, അല്ലെങ്കിൽ നനഞ്ഞ പടക്കം എന്നൊക്കെ പറയാവുന്ന രീതിയിൽ പോയി എന്നാണ് പൊതുവിലയിരുത്തൽ. നമ്മളതേക്കുറിച്ച് മുൻപ് സംസാരിച്ചതുമാണ്. പക്ഷെ ഇത് മാർക്കോ റൂബിയോ വന്നിറങ്ങിയത് ഒരു $500 billion ബൈലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ് അത് സൈൻ ചെയ്യാൻ വേണ്ടിയാണ്. അതിനുള്ള ഫണ്ടമെന്റ് ഫ്രെയിംവർക്ക് ഒരുക്കാൻ വേണ്ടിയാണ്. ഇതൊരു വലിയ ഒരു സെക്രട്ടറി, വിദേശകാര്യ സെക്രട്ടറി തലത്തിൽ 14 വർഷത്തിന് ശേഷം ഒരു US സ്റ്റേറ്റ് സെക്രട്ടറി ഇന്ത്യയിൽ വരുന്നു. ഹിലാരി ക്ലിന്റൺ വാസ് എ ലാസ്റ്റ് വൺ. 14 വർഷം മുൻപാണ് അവർ വരുന്നത്. ഇപ്പോൾ അവർ വന്ന് കൽക്കട്ടയിൽ വന്നിറങ്ങുന്നു, മോദിയുമായി സംസാരിക്കുന്നു. ഇനിയിപ്പോൾ ജയശങ്കറുമായിട്ട് സംസാരം. അതിനുശേഷം 4 കാര്യങ്ങളാണ്. ടെക്നോളജി ട്രാൻസ്ഫർ കേട്ടാൽ ഗുണമാണെന്ന് തോന്നാം. കാർഷിക മേഖലയിൽ സഹകരണം, അത് അമേരിക്കയ്ക്കാണ് പ്രയോജനം. ശരിയാണ്. അമേരിക്ക ഭാരതത്തിന്റെ കാർഷിക മേഖലയിലെ വാതായനങ്ങൾ തുറക്കണമെന്ന് ഡിമാൻഡ് ചെയ്തിട്ട് വർഷങ്ങളായി. ഇതുവരെ ഇന്ത്യയെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ കഴിഞ്ഞില്ല. കാർഷിക വിഭവങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് അമേരിക്കയിൽ നിന്നും കൊണ്ടുവന്നാൽ, നമ്മൾ ഫാം ബില്ലൊക്കെ വന്നപ്പോൾ ഉണ്ടായ റെസിസ്റ്റൻസ് നമ്മൾ കണ്ടതാണ്. അപ്പം അവിടെ ഒരു ഫുട് ഹോൾഡ് കിട്ടണം. ഇന്ത്യയുടെ കാർഷിക വിപണി അമേരിക്കയ്ക്ക് മലർക്ക തുറന്നിട്ടില്ലെങ്കിലും ചെറിയ എൻട്രി എങ്കിലും ഉണ്ടാകണം. ജനിതക വ്യതിയാനം വരുത്തിയ വിത്തനങ്ങൾ, അത് സോയാബീൻ എന്ന് വേണ്ട ചില പശുക്കൾക്കുള്ള കാലിത്തീറ്റ എന്ന് വേണ്ട കുറച്ച് കാര്യങ്ങളെല്ലാം അത് തുടക്കമെന്ന നിലയിൽ. അതൊന്ന്. 2, അമേരിക്കയുടെ എണ്ണ വിൽക്കാൻ കഴിയണം. എണ്ണ ഉത്പാദനത്തിൽ ലോകത്ത് 1-ാം സ്ഥാനം ഇപ്പോൾ അമേരിക്കയ്ക്കാണ്. ഷെയിലും അതുപോലെ മറ്റേ ക്രൂഡ് ഓയിലും എല്ലാം കൂടി ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്താണ്. ഏറ്റവും കൂടുതൽ റിസർവ്സ് ഉള്ളത് അമേരിക്കയിൽ അല്ലെങ്കിലും ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനമാണ്. ഇന്ത്യയുമായി വലിയ ട്രേഡ് ഡെഫിസിറ്റ് ആണ് അമേരിക്കയ്ക്ക്. $48 ബില്യൺ വാർഷിക ട്രേഡ് ഡെഫിസിറ്റ് ബ്രിഡ്ജ് ചെയ്തുകൊണ്ട് വരണമെങ്കിൽ അമേരിക്കയിൽ നിന്നും എണ്ണ കയറ്റുമതി ചെയ്യണം. അമേരിക്കയ്ക്ക് വേണ്ടി ഇപ്പോൾ വെനിസ്വേലയാണ് രംഗത്ത്, അല്ലെങ്കിൽ വെനിസ്വേലയ്ക്ക് വേണ്ടി അമേരിക്കയാണ് രംഗത്ത്. അതുകൊണ്ട് വെനിസ്വേലയുടെ പുതിയ പ്രസിഡന്റ്, അതായത് പുതിയതെന്ന് പറഞ്ഞ താൽക്കാലിക പ്രസിഡന്റാണ്, അപ്പം ഡെൽസി റോഡ്രിഗസ്, അവരുടെ ഭാരത സന്ദർശനത്തിന് വഴി ഒരുക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇപ്പോൾ മാർക്കോ റൂബിയോ. നമുക്ക് തോന്നാം, വെനിസ്വേല ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമല്ലേ? അപ്പോൾ അമേരിക്ക എന്തിനാണ് വെനിസ്വേലയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത്? വെനിസ്വേലൻ പ്രസിഡന്റിന് ഇന്ത്യ സന്ദർശിക്കണമെങ്കിൽ നമ്മൾ ഉഭയകക്ഷിപരമായി സന്ദർശിച്ചാൽ പോരെ? ഇവിടെ അമേരിക്കയുടെ സാമ്രാജ്യത്വ ഒരു ചിന്ത അവിടെ വരികയാണ്. വെനിസ്വേല അമേരിക്കയുടെ പ്രാക്ടിക്കലി 51-ാം സംസ്ഥാനമായി മാറിക്കഴിഞ്ഞു. പ്രാക്ടിക്കലി എന്ന് പറഞ്ഞാൽ തിയററ്റിക്കലി അങ്ങനെയല്ല, പ്രാക്ടിക്കലി എണ്ണ, ലോകത്ത് ഏറ്റവും അധികം എണ്ണ നിക്ഷേപമുള്ള വെനിസ്വേലയിൽ കട്ടിയുള്ള ഓയിലാണ്. അതായത് സൾഫർ കണ്ടന്റ് കൂടുതലാണ്. റിഫൈൻ ചെയ്യാൻ പ്രത്യേകതരം റിഫൈനറി വേണം. ഇന്ത്യയിൽ ജാംനഗറിൽ അതിനുള്ള റിഫൈനറിയുണ്ട്, റിലയൻസിൻ്റെ റിഫൈനറി ഉണ്ട്. അവിടെ റിഫൈൻ ചെയ്യാനുള്ള എല്ലാ ധാരണകളുമായി കഴിഞ്ഞു. ഇനിയിപ്പോൾ വൻതോതിലുണ്ട്. കഴിഞ്ഞ മാസം നോക്കൂ, ഏപ്രിലും മെയ്യും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ.
2 ലക്ഷത്തിൽ പരം ബാരലാണ് ഏപ്രിലിൽ വന്നത്. മെയ്യിൽ അത് ഓൾറെഡി 4.5 ലക്ഷം കഴിഞ്ഞു. അപ്പൊ അതിനർത്ഥം വെനിസ്വേല എണ്ണയാണ് ഇനി ഭാരതം വൻതോതിൽ ഉപരോധമില്ലാതെ കൊണ്ടുവരാം, ലാഭകരമായി കൊണ്ടുവരാം. മറ്റ് എണ്ണ അന്താരാഷ്ട്ര വിപണിയിലേക്ക് ക്രൂഡ് ഓയിലിന് അത്രയും വിലയില്ല. വെനിസ്വേലൻ ഓയിലിന് ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് ഉള്ളതാണ്. പക്ഷെ അത് പ്രോസസ്സ് ചെയ്യാൻ ഇന്ത്യക്ക് കഴിയുന്നു. അതുമായി ബന്ധപ്പെട്ട പുതിയ തീരുമാനങ്ങളാണ്. അപ്പം അമേരിക്ക ഇതെല്ലാം തന്നെ അമേരിക്കയാണ് റൂട്ട് ചെയ്യുന്നത് വെനിസ്വേലയിൽ നിന്നുള്ള എണ്ണ. ധാരണകൾ എത്തുകയാണ്. മാത്രമല്ല അമേരിക്കൻ ഓട്ടോമൊബൈൽസ് ഇന്ത്യയിൽ കൊണ്ടുവരാനുള്ള ധാരണ. അപ്പം $500 ബില്യൺ കരാർ എന്ന് പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ അമേരിക്ക ട്രേഡ് ഡെഫിസിറ്റ് ബ്രിഡ്ജ് ചെയ്ത് കൊണ്ടുവരാൻ ഒന്നാന്തരം അവസരമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ആവശ്യമായി വരുന്നു. ഡിഫൻസ് സഹകരണം വർദ്ധിക്കാൻ പോവുകയാണ്. ഓക്കെ. ഒറ്റ വിമാനം അമേരിക്കയിൽ നിന്ന് ഇന്ത്യ വാങ്ങുന്നില്ല. F-16 ആകട്ടെ, അതെ. F-35 ആകട്ടെ. അല്ല, നമ്മൾ ഫ്രാൻസിൽ നിന്ന് റഫാലും പിന്നെ മിറാഷും ബ്രിട്ടീഷ് ജാഗ്വാറും പിന്നെ റഷ്യയിൽ നിന്നുള്ള സുഖോയ് ഇതെല്ലാമാണ്. പുതിയ തലമുറ വിമാനങ്ങൾ ഒരുപക്ഷെ അമേരിക്കയിൽ നിന്നും വരേണ്ടി വരും. 500 ബില്യൺ എത്തി നിൽക്കണമെങ്കിൽ വൻതോതിൽ അമേരിക്കയിൽ നിന്നും യന്ത്രഘടകങ്ങളും വിമാനങ്ങളും ടെക്നോളജിയും എല്ലാം തന്നെ ഇറക്കുമതി ചെയ്യേണ്ടി വരും. അതിലേക്കാണ് നീങ്ങുന്നത്. അവിടെ 3 കാര്യങ്ങളാൽ ഇന്ത്യ അമേരിക്ക തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ. ഒന്ന്, ഈ ട്രംപ് വന്നതിന് ശേഷം പ്രഖ്യാപിച്ച ചില ടാരിഫ് നിയമങ്ങൾ, അത് ഇന്ത്യക്ക് വളരെ അലോസരമുണ്ടാക്കിയ കാര്യങ്ങൾ. ഒരുതരം ടാരിഫ് യുദ്ധത്തിലേക്ക് തന്നെ നീങ്ങി. അതുപോലെ ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് അത് അവസാനിപ്പിക്കാൻ അമേരിക്ക എടുത്ത നടപടികൾ ഇന്ത്യ അക്നോളജ് ചെയ്തതേയില്ല. പ്രസ്താവന നടത്തിയത് മുഴുവൻ ഡൊണാൾഡ് ട്രംപാണ്. അത് ഇന്ത്യക്ക് പറഞ്ഞു നിൽക്കാൻ വല്ലാതെ അന്താരാഷ്ട്ര സമൂഹത്തിന് മുമ്പിൽ ഇന്ത്യ വല്ലാത്ത മുഖം നഷ്ടപ്പെട്ട നിലയിലായിപ്പോയി. ഇന്ത്യ യുദ്ധവിജയം നേടിയെങ്കിൽ പോലും അതിനുള്ള സാഹചര്യം ഒരുക്കിയത് അമേരിക്കയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക ക്ലെയിംസ് ആഫ്റ്റർ ക്ലെയിം 70-ലധികം തവണയാണ് ട്രംപ് ക്ലെയിം ചെയ്തത്. ഞാനാണ് യുദ്ധം അവസാനിപ്പിച്ചത്. ഒരിക്കൽ പോലും മോദിക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. അത് സ്ഥിരീകരിക്കാനോ നിരാകരിക്കാനോ സാധ്യമായിട്ടില്ല. ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ അമേരിക്കയിലുള്ള ഇന്ത്യൻ വംശജരെ കൈവിലങ്ങണിഞ്ഞ് കാൽത്തള അണിഞ്ഞ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് തള്ളുന്ന ഒരുതരം ഒപ്റ്റിക്സാണ്. ഇതെല്ലാം വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കി ഇന്ത്യക്ക്. അപ്പം അവിടെ ഈ പാച്ചിങ് അപ്പ് ഒരു മോഡിലാണ് ഇപ്പോൾ. ഇങ്ങനെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ചതുർരാഷ്ട്ര സഖ്യം വന്നാൽ ഇന്ത്യ ഹാസ് ടു ചേഞ്ച് ആൻഡ് ടോ ദ അമേരിക്കൻ ലൈൻ എന്ന ചിന്ത ഇന്ത്യക്കുള്ളിലുമുണ്ട്. അതുകൊണ്ടാണ് അമേരിക്കയെ കഠിനമായി ഇന്ത്യ തള്ളിപ്പറയാതെ ഇരുന്നതിൻ്റെ ഗുട്ടൻസ് ഇപ്പോഴാണ് പലരും മനസ്സിലാക്കുന്നത്. ഞാനത് ചോദിച്ചോട്ടെ. അപ്പോൾ ഈ പാകിസ്ഥാൻ, സൗദി, ഈജിപ്റ്റ്, തുർക്കി ഇതിനപ്പുറത്തേക്ക് അവർക്ക് പുറത്തു നിന്ന് വലിയ ശക്തികളുടെ സഹായം ചിലപ്പോൾ വേണ്ടി വന്നേക്കും. അത് ചൈനയായിരിക്കുമോ? അവിടെയാണ് പ്ലക്കേറ്റിംഗ് ചൈന എന്ന പോളിസി. ഇപ്പം റഷ്യയെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് പുട്ടിനുള്ളിടത്തോളം കാലം റഷ്യ വഴങ്ങില്ല എന്നതാണ്. പക്ഷെ ഷീ ജിൻപിങ്ങിൻ്റെയും ചൈനയുടെയും പോളിസി പക്ക കച്ചവടമാണ്. പ്രത്യയശാസ്ത്രമൊക്കെ 2ാം സ്ഥാനത്തേ ഉള്ളൂ. ചൈനയിൽ കമ്മ്യൂണിസം ഒക്കെ ഒരു പറച്ചിൽ മാത്രമേ ഉള്ളൂ. ഇത് വെറും ഒരു സെയിങ് അല്ലേ കമ്മ്യൂണിസ്റ്റ്. അവിടുത്തെ ഒരു അച്ചടക്കത്തിന് വേണ്ടി പൊളിറ്റിക്കൽ കമ്മ്യൂണിസം ആൻഡ് ഇക്കണോമിക് ക്യാപിറ്റലിസം, അതാണ് ചൈനയുടെ ഒരു രീതിശാസ്ത്രം. അപ്പം ഇതറിയാവുന്നത് കൊണ്ട് കച്ചവടം സുഗമമായി നടക്കണം. ഓയിൽ ചൈനയ്ക്ക് ജീവനാഡിയാണ്. ഹോർമൂസ് തുറക്കേണ്ടത് അമേരിക്കയുടെ ആവശ്യമല്ല, ഇറാൻ്റെയും ചൈനയുടെയും ഇന്ത്യയുടെയും ആവശ്യമാണ്. അപ്പോൾ ഹോർമൂസ് തുറക്കണം, അതിന് അമേരിക്കയുടെ കൂടി സഹകരണം വേണം. ഇറാനെ സഹകരിപ്പിക്കാൻ ചൈനയ്ക്ക് കഴിയും. ഇതൊരു വിൻ വിൻ സിറ്റുവേഷൻ ഫോർ അമേരിക്കയ്ക്ക് തലയുയരണം. ഇറാൻ നിലനിന്ന് പോകണം, ചൈനയ്ക്ക് എണ്ണ ലഭിക്കണം, ഇന്ത്യക്കും എണ്ണ ലഭിക്കണം. ഇതൊക്കെ വളരെ ഒരു കൺവേർജൻസ് ഓഫ് ഇന്ത്യൻ, ചൈനീസ്, ഇറാനിയൻ ആൻഡ് അമേരിക്കൻ ഇൻട്രസ്റ്റ്. അപ്പോൾ ഇതാണ്. അപ്പോൾ അവിടെ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധവും മെച്ചപ്പെടണമെന്ന് ഇപ്പോൾ അമേരിക്ക ആഗ്രഹിക്കുന്നു. കാരണം ഇത് ബ്ലോയിഡ് ഹോട്ട് ആൻഡ് ബ്ലോയിഡ് കോൾഡ് എന്നുള്ളതാണ് അമേരിക്കയുടെ പോളിസി. ഒരു സമയത്ത് പറയും സൂപ്പർ കണ്ടക്ടേഴ്സ് മറ്റേത് മറിച്ച് എല്ലാം ഇന്ത്യയിൽ ഉണ്ടാക്കണം എന്ന് പറയുന്നു. ഇപ്പം ചൈനയുമായിട്ട് കരാറുണ്ടാകുമ്പോൾ ചൈന വലിയൊരു പ്രൊഡക്ഷൻ ബേസായി നിലനിർത്താൻ അമേരിക്ക ആഗ്രഹിക്കുന്നു. ചൈനയിൽ നിന്നും സെമി കണ്ടക്ടേഴ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ത്യയിലേക്ക് പറിച്ചു നടണം. ആപ്പിൾ ഉൾപ്പെടെയുള്ള മറ്റ് വലിയ വലിയ കമ്പനികൾ, അമേരിക്കൻ കമ്പനികൾ ഇന്ത്യയിൽ പ്രവർത്തനം തുടങ്ങണം. അങ്ങനെ ചൈനയെ അങ്ങ് ഞെരുക്കാം എന്ന നേരത്തെ നിലപാട് മാറ്റി ചൈനയുമായി നല്ല അടുപ്പമാകാം, ഇന്ത്യയുമായും സമാനമായ അടുപ്പമാകാം എന്ന കുറച്ചുകൂടി പ്രായോഗിക നിലയിലേക്ക് വരുന്നു. ചൈനയും ഇന്ത്യയും തമ്മിൽ വൻപൻ മത്സരം ഇപ്പോൾ അമേരിക്ക ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറയുന്നു, ഇപ്പോൾ അമേരിക്ക ആഗ്രഹിക്കുന്നില്ല. അതിനർത്ഥം ഇതെല്ലാം ക്ഷണികമാണ്. ഈ നമുക്ക് ഇന്നത്തെ നിലയിലെ അവലോകനം കമ്പോള നിലവാരം എന്ന് പറയുന്ന പോലെ ഇന്നത്തെ മാർക്കറ്റല്ലേ അവലോകനം ചെയ്യാൻ പറ്റൂ. ആ രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് മാർക്കോ റൂബിയോ വന്നു, കണ്ടു, പോയി, കരാർ ഒപ്പിട്ട് പോയി എന്ന് ലളിതമായി പറഞ്ഞു വയ്ക്കാം. പക്ഷെ അതിൻ്റെ പിന്നിലെ ഉള്ളുകള്ളികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ
വേറൊരു വശം കൂടി ഇതിനകത്ത് ഉണ്ടോ? അതെങ്ങനെയായിരിക്കും ഈ കൂട്ടുകെട്ടുകൾ ഡീൽ ചെയ്യുന്നത് എന്നറിയാൻ താല്പര്യമുണ്ട്. അതായത് ഒന്ന്, ഇപ്പോൾ ഇറാനും ഇസ്രയേലും ആയിട്ടാണല്ലോ പ്രശ്നം ഉണ്ടായത്. ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയാണല്ലോ ഇപ്പോൾ ശ്രമം നടക്കുന്നതും ചർച്ചകളൊക്കെ മുന്നോട്ട് പോയത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, ഇപ്പോൾ മേഖലയുടെ സമാധാനം ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടൊരു അദൃശ്യ സഖ്യം രൂപപ്പെടുന്നു എന്ന് അങ്ങ് പറഞ്ഞു 4 രാജ്യങ്ങൾ. ആരും പറഞ്ഞിട്ടില്ല, ആ. ആരും പറഞ്ഞില്ല. അതാണ് നമുക്ക് കിട്ടുന്ന ഇംപ്രഷൻ. ജനറലി ദ വേൾഡ് ഗെറ്റ്സ് ദ ഇംപ്രഷൻ. അങ്ങനെ വരികയാണ് എന്നുണ്ടെങ്കിൽ ആ സഖ്യത്തെ അമേരിക്ക തീർച്ചയായിട്ടും ആശങ്കയോടെ കാണുന്നു. ഇപ്പുറത്ത് നിൽക്കുന്ന ഇറാൻ പിന്നീട് എന്തായിരിക്കും ചെയ്യുക? ഇറാൻ ഒരു കാരണവശാലും സൗദിയുമായി സഖ്യമില്ല. സൗദിയുമായി ശത്രുതയിൽ നിൽക്കുന്ന രാജ്യമാണ്. മറ്റ് രാജ്യങ്ങളിലെ സർക്കാരുകളുമായും അവർക്ക് നല്ല ബന്ധം അല്ല ഗൾഫ് അറബ് മേഖലയിൽ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ പിന്നീട് എന്തായിരിക്കും ഇറാന്റെ നിലപാട് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതാണ് സങ്കീർണമാണെന്ന് പറയുന്നത്. ഇറാൻ ആഗ്രഹിക്കുന്നത്, ഇറാനല്ല, ഇസ്ലാമിക ലോകത്ത് പൊതുവെ ഒരു ചിന്തയുണ്ട്. ഇസ്ലാമിക ലോകത്തെ വിഘടിപ്പിച്ച് നിർത്തുക വഴി ബാഹ്യ സംസ്കാരങ്ങൾ അവരുദ്ദേശിക്കുന്നത് അമേരിക്കൻ ട്രാൻസ് അറ്റ്ലാന്റിക് സിവിലൈസേഷൻസ് ആണ്. യൂറോപ്പും അമേരിക്കയും ചേർന്ന ഒരു ഡെമോക്രാറ്റിക് ക്യാപിറ്റലിസ്റ്റ് ക്രിസ്ത്യൻ സിവിലൈസേഷൻസ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ഇവരിങ്ങനെ കീപ് ഇസ്ലാമിക് വേൾഡ് ഡിവൈഡഡ്. അത് ഷിയ സുന്നി വിഷയം, അല്ലെങ്കിൽ സുന്നി രാജ്യങ്ങൾക്കിടയിൽ തന്നെ പരസ്പരം പ്രശ്നങ്ങൾ, അറബി ആൻഡ് നോൺ അറബ് രാജ്യങ്ങൾ തമ്മിലുള്ള വിഷയങ്ങൾ, ഇതെല്ലാം തന്നെ പല നറേറ്റീവ്സ് ആണ്. പക്ഷെ ആ നറേറ്റീവ്സിൽ നിന്നൊരു മോചനം എന്ന നിലയിൽ, ഒരു തുടക്കം എന്ന നിലയിൽ ഞങ്ങൾ സംരക്ഷിച്ചു കൊള്ളാം. അതിനകത്തെല്ലാം ഒരു അറബ് രാജ്യം, 2 അറബ് രാജ്യങ്ങൾ, അതായത് സൗദി അറേബ്യയും ഈജിപ്തും അറബ് രാജ്യങ്ങൾ. തുർക്കി അറബി മേഖലയ്ക്ക് പുറത്തുള്ള മുസ്ലിം രാജ്യമാണ്. ഇറാൻ അറബ് രാജ്യമല്ലല്ലോ, ഇറാൻ ആണല്ലോ വിഷയം. അതുപോലെ പാകിസ്ഥാൻ അറബ് രാജ്യമേ അല്ല, ഇന്ത്യ പോലെ രാജ്യമാണ്, നോൺ അറബ് ബട്ട് മുസ്ലിം. ഈ രാജ്യങ്ങൾ ഒരുമിച്ച് വരുന്നു എന്ന് പറയുമ്പോൾ അമേരിക്കയോട് നല്ല ബന്ധമുള്ള രാജ്യങ്ങളായിരുന്നു. നോക്കൂ, ഈജിപ്ത് അമേരിക്കയോട് നല്ല ബന്ധമില്ലേ? ഒരു കാലത്ത് റഷ്യയുമായിട്ടായിരുന്നു ബന്ധം. പക്ഷേ ക്യാമ്പ് ഡേവിഡ് അക്കോർഡൊക്കെ ഒപ്പുവെച്ച് ഇസ്രയേലുമായിട്ട് ആദ്യം സന്ധി ചെയ്ത രാജ്യം ഈജിപ്താണെന്ന് ഓർക്കണം. സൗദിയുടെ സുരക്ഷാ ചുമതല മുഴുവൻ അമേരിക്കയല്ലേ യഥാർത്ഥത്തിൽ നോക്കുന്നത്? സൗദിയുടെ വിമാനങ്ങൾ, സൗദിയുടെ ആയുധങ്ങൾ എല്ലാം അമേരിക്കനല്ലേ, ട്രെയിനിങ് എല്ലാം അമേരിക്കയല്ലേ. അതുപോലെ തുർക്കി നെയ്റ്റോയുടെ പങ്കാളിയല്ലേ, നെയ്റ്റോയുടെ സഖ്യ രാജ്യമല്ലേ, അല്ലേ? നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനിലെ അവിഭാജ്യ ഘടകമാണ് നെയ്റ്റോ. പാകിസ്ഥാൻ എക്കാലത്തും അമേരിക്കയോട്, ശീതയുദ്ധകാലത്ത് ഉൾപ്പെടെ അമേരിക്കയോട് ചേർന്ന് നിന്ന രാജ്യമാണ്. പക്ഷെ ഒസാമ ബിൻ ലാദനെ പൊക്കിയത് അബദ്ധബാദിൽ നിന്നാണ്, പാകിസ്ഥാനിൽ നിന്നാണ്. അപ്പോൾ അതൊക്കെ ഒരു വൈരുദ്ധ്യമാണ്. തീവ്രവാദികളെ അമേരിക്ക തേടിക്കൊണ്ടിരിക്കുന്നത്, തീവ്രവാദികൾക്ക് അഭയം നൽകിയ ഒരു മുട്ടനാടാണ് പാകിസ്ഥാൻ. ഇത് പക്ഷേ ഒരു ആവശ്യം വന്നപ്പോൾ, ഇറാൻ വിഷയം അവസാനിപ്പിക്കണം എന്ന ചിന്ത വന്നപ്പോൾ അമേരിക്ക ഹാഡ് ടു ഡിപ്പെൻഡ് ഓൺ പാകിസ്ഥാൻ. അതിനുവേണ്ടി അസിം മുനീറിനെ കൾട്ടിവേറ്റ് ചെയ്ത് മാസങ്ങളല്ല, പല പ്രാവശ്യമാണ് അസിം മുനീറിൻ്റെ സന്ദർശനം അമേരിക്കയിൽ ഉണ്ടായി. ഇതെല്ലാം ചേർത്ത് വായിക്കണം. ഇപ്പോൾ തന്നെ അന്തിമമായി ഇപ്പോൾ കരാറുണ്ടാകുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ട്രംപിൻ്റെ ട്രൂത്ത് സോഷ്യലിലൂടെയുള്ള ലേറ്റസ്റ്റ് അനൗൺസ്മെന്റ് എന്ന് പറയുന്നത്, ഒരു കരാറുണ്ടാകുന്നു, ഇറാൻ വിഷയത്തിൽ ഒരു കരാറുണ്ടാകുന്നു. ആണവ ഇന്ധനം, അതായത് സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറാൻ ഇറാൻ സമ്മതിച്ചു. ഇറാൻ പറഞ്ഞിട്ടില്ല, ട്രംപാണ് പറയുന്നത്. പതിവ് പോലെ ട്രംപാണ് പറയുന്നത്, സമ്മതിച്ചു. എല്ലാം പറയുന്നത് ട്രംപ് തന്നെയല്ലേ. പിന്നെ അതുപോലെ ഹോർമുസ് തുറക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇറാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷെ തുറക്കുമെന്ന പ്രതീക്ഷയാണ്. അതുപോലെ ഇറാന്റെ എണ്ണ വെളിയിൽ കൊണ്ടുപോകാം, ഉപരോധം അവസാനിപ്പിക്കുന്നു. ഇനി ഇസ്രയേൽ ഇനി ആക്രമണം, ലെബനനിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ ആക്രമണം നടത്തില്ല. അപ്പോൾ എല്ലാം ഭദ്രം. ഇത് നേരത്തെ ആകാമായിരുന്നല്ലോ. അപ്പോൾ ഇതിപ്പോൾ പറയുന്നത് ട്രംപാണ്. ട്രംപ് പറയുന്നു എന്നതുകൊണ്ട് നമുക്ക് ഹരിച്ച് ഗുണിച്ച് കൂട്ടി കിഴിച്ചൊക്കെ നോക്കാൻ പറ്റൂ. പക്ഷെ അവിടെ ആ ഒരു കാര്യം സെറ്റപ്പ് ആയി കഴിഞ്ഞാൽ പാകിസ്ഥാൻ വിൽ ഡെഫിനറ്റ്ലി ടേക്ക് ദ ക്രെഡിറ്റ്. പാകിസ്ഥാൻ ഇന്ന് അന്താരാഷ്ട്ര സമൂഹത്തിന് മുമ്പിൽ ഓപ്പറേഷൻ സിന്ദൂറിനൊക്കെ ശേഷം വല്ലാതെ മുഖം നഷ്ടപ്പെട്ടു നിന്ന പാകിസ്ഥാന് മുഖമുണ്ടാക്കി കൊടുത്തത് നയതന്ത്ര രാജ്യമെന്ന നിലയിൽ, സ്വിറ്റ്സർലൻഡിനെ കുറിച്ചൊക്കെയാണല്ലോ പറയുന്നത്. അങ്ങനെ നയതന്ത്ര രംഗത്തെല്ലാം വൻപൻ ശക്തികളെ, ചെറിയ രാജ്യം വൻപൻ ശക്തികളെ ജനീവയിലേക്ക് വിളിച്ച് സംസാരം നടത്തി വിടുന്നു. അതുമാതിരിയാണ് അസിം മുനീർ ഇപ്പോൾ ടെഹ്റാനിലുണ്ട്. അപ്പോൾ ടെഹ്റാനിൽ ഇരുന്നു കൊണ്ട് കാര്യങ്ങളെല്ലാം സെറ്റപ്പാക്കി എടുക്കുന്നത് മുനീറാണ്, അമേരിക്കയ്ക്ക് വേണ്ടി എന്ന് തോന്നാം. പക്ഷെ നാളെ അമേരിക്കയുടെ ആവശ്യമില്ല എന്നും ഇവർക്കറിയാം. ഇവിടെയാണ് അമേരിക്ക ഈസ് ഡൂയിങ് എ ഗ്രേറ്റ് ബാലൻസിങ് ആക്ട്. അവിടെയാണ് ഇന്ത്യയെ വീണ്ടും ഒരു ഫ്രണ്ട് ലൈൻ സ്റ്റേറ്റായി, ഇപ്പോൾ ഫ്രണ്ട് ലൈൻ സ്റ്റേറ്റ് അല്ല, വീണ്ടും വൺസ് അഗെയിൻ ഇന്ത്യ ഈസ് ഗ്രാജ്വലി എമർജിങ് ആസ് എ ഫ്രണ്ട് ലൈൻ സ്റ്റേറ്റ്. അതോടൊപ്പം തന്നെ ക്വാഡും കൂടെ ചേർത്ത് വായിക്കണം. ക്വാഡ് അധികം സംസാരമില്ലായിരുന്നു. ഇപ്പം ചതുർരാഷ്ട്ര സഖ്യം, ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ, അമേരിക്ക, ചൈനയെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിനുള്ള നാവിക കൂട്ടായ്മയാണ് ക്വാഡ്.
അതിൻ്റെ വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് അമേരിക്കൻ വിദേശകാര്യമന്ത്രി കൂടിയായ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ത്യയിലെത്തിയത്. അപ്പോൾ ഇത് ഒരു വശത്ത് ഈ എന്താ പറയുക, ട്രേഡാണ്, നമുക്കൊന്നും തോന്നില്ല, മറ്റൊന്നും തോന്നില്ല, ട്രേഡ് നെഗോസിയേഷൻസ് ആണ്. മറുവശത്ത് ഇതൊരു ക്വാഡിൻ്റെ സമ്മേളനം, അതും ഇന്നോക്യസ് ആണ്. പക്ഷേ ആത്യന്തികമായി നോക്കുമ്പോൾ മാറി വരുന്ന ഭൗമരാഷ്ട്രീയത്തിൽ ഇന്ത്യയെ തള്ളിക്കളയുന്നതിൻ്റെ അപകടം അമേരിക്ക മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നമുക്ക് മ്യൂച്വലി ബെനിഫിഷ്യൽ ഡീലിലേക്ക് വരാം. ഇതാണ് ചിന്ത. തീർച്ചയായിട്ടും ആ ഇന്ത്യയെ ഒഴിച്ചു നിർത്തിയാൽ, അല്ലെങ്കിൽ ഇന്ത്യയെ പാർശ്വവൽക്കരിച്ചു കഴിഞ്ഞാൽ അതിലൂടെ ഉണ്ടാകുന്ന നഷ്ടം അമേരിക്ക മനസ്സിലാക്കുന്നു എന്നുള്ളതും ഒരു വശമാണ്, അല്ലേ? ഇന്ത്യ ഈസ് ദ മാർക്കറ്റ്, ചൈന ഈസ് ദ മാർക്കറ്റ്. അതെ, ലോക ജനസംഖ്യയുടെ 1/3 ജീവിക്കുന്നത് ഇന്ത്യയിലും ചൈനയിലുമാണ്. 7 ബില്യനോട് അടുപ്പിച്ചാണ് ഈ ലോക ജനസംഖ്യ. 1.5 ബില്യണുള്ള 1.42 ബില്യൺ ഇന്ത്യയിലാണ്, 142 കോടി അത്രയും തന്നെ ഉണ്ട് ചൈനയിലും. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ 1/3 ആകുന്നു. ഈ ഒരു ജനത്തെ, ഇത്രയും വലിയ ജനത്തിന്റെ മധ്യവർഗം അമേരിക്കൻ ജനസംഖ്യയുടെ അത്രയും തന്നെയാണ്, 35 കോടിയാണ്. അത്രയും തന്നെയുണ്ട് ഇന്ത്യയുടെ മധ്യവർഗത്തിന്റെ ഒരു ജനസംഖ്യ എണ്ണം. അവരാണ് കാർ വാങ്ങുന്നത്, അവരാണ് ഉപഭോഗ വസ്തുക്കൾ വാങ്ങുന്നത്. അപ്പൊ ഗ്ലോബൽ പ്രൊഡക്ഷൻ എവിടെ ഉണ്ടായാലും കൺസംഷൻ ബേസ് നാളുകളിൽ യൂറോപ്പോ അമേരിക്ക ഒന്നുമല്ല, ഭാവിയിലേക്ക് നോക്കി ഏതാനും മുഴം നീട്ടി എറിഞ്ഞു വെക്കുകയാണ് അമേരിക്ക. ഇത് ഭാരതത്തിന് നന്നായി അറിയാം. നമ്മുടെ പോളിസി പ്ലാനേഴ്സ് വളരെ മിടുക്കന്മാരാണ്. അവർക്കറിയാം ഇന്ത്യ ഈസ് എ മാർക്കറ്റ്. അല്ല, ഇന്ത്യയെ സഹായിക്കാനോ, ഇത് ഭൗമരാഷ്ട്രീയം ഒക്കെ നമ്മൾ പറയും, മിലിറ്ററി ബാലൻസ് മാത്രമല്ല, ദർ ഇസ് എൻ ഇക്കണോമിക് ആംഗിൾ ടു ഇറ്റ്. അവിടെ മ്യൂച്വലി ബെനിഫിഷ്യൽ, ഇന്ത്യയുടെ സമ്മർദ്ദം എന്താണ്? നമ്മുടെ ജനസംഖ്യ അത് പ്രൊഡക്റ്റീവായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടണം. അമേരിക്കയിലേക്ക് പോകാൻ കഴിയണം, ഗൾഫിലേക്ക് പോകാൻ കഴിയണം, അവിടെ അന്തസ്സായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം, അമേരിക്കയിൽ പൗരത്വം ലഭിക്കണം, അവരെ 2ാം തരം പൗരന്മാരായി ട്രീറ്റ് ചെയ്യരുത്. ഇതെല്ലാം ട്രംപൊക്കെ വന്ന് എന്ത് മാനസികമായ ബുദ്ധിമുട്ടാണ് ഇന്ത്യൻ വംശജർക്ക് ഉണ്ടായത്. അപ്പൊ ഇതൊക്കെ ഗ്ലോബൽ കമ്മ്യൂണിറ്റിയുടെ മുമ്പിൽ ഇന്ത്യയുടെ സ്റ്റേച്ചർ താഴ്ത്തി കെട്ടുകയല്ലേ. ഇതെല്ലാം റീസെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ട്രംപ് വരും പോകും, പക്ഷെ അമേരിക്ക റിമെയിൻസ്, അല്ലേ? മോദി വരും പോകും, ബട്ട് ഇന്ത്യ റിമെയിൻസ്. അവിടെ 2 സിവിലൈസേഷൻസ് ആണ്, 2 സംസ്കാരങ്ങളാണ്, 2 താല്പര്യങ്ങളാണ്. അവിടെ കൺവേർജ് ചെയ്യാവുന്ന മേഖലകൾ തിരഞ്ഞു പിടിച്ച് സഹകരണത്തിന് പന്ഥാവുകൾ തേടുകയാണ്. അപ്പം നമ്മുടെ പലപ്പോഴും അമേരിക്ക വിരുദ്ധ, ട്രംപ് വരും, എല്ലാം ശരിയാകും എന്ന് വിശ്വസിച്ചിരുന്ന പലരും ട്രംപിനെ മുച്ചൂട് തെറിവിളിക്കുകയാണ് ഇപ്പോൾ. നാളെ വീണ്ടും ട്രംപിനെ തോളത്ത് വെച്ചോണ്ട് നടക്കുന്ന ആളുകളും ഉണ്ടാവും. ഇതൊക്കെ താല്പര്യങ്ങളാണ്. ഈ വിഷയത്തിന്റെ വേറൊരു ആംഗിൾ നോക്കുമ്പോൾ പാകിസ്ഥാൻ ഇതൊരു വീണ് കിട്ടിയ അവസരം കൂടിയാണെന്ന് തോന്നുന്നു. വല്ലാണ്ടങ്ങ് വരണ്ട ഭൂമിയിലേക്ക് ഒരു മഴ പെയ്തതുപോലെ അവർക്ക് ഇതിൻ്റെ ഒരു മീഡിയേഷൻ നടത്തുവാൻ, ഒത്തുതീർപ്പ് ചർച്ച നടത്താനുള്ള ഒരു അവസരം കിട്ടിയതെന്ന് തോന്നുന്നു. കാരണം പാകിസ്ഥാൻ ഇന്ത്യയുമായുള്ള അതിർത്തി പ്രദേശത്ത് സംഘർഷമാണ്, അത്ര സ്മൂത്തല്ല കാര്യങ്ങൾ. അഫ്ഗാനുമായി സൈനിക നടപടികൾ, തൊട്ട് സ്വന്തം രാജ്യത്ത് തന്നെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ഉള്ള ജനവിഭാഗവുമായി സംഘർഷം, ഇറാനുമായുള്ള അതിർത്തിയിലും പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ ഈ രാജ്യം മുഴുവനുമുള്ള അതിർത്തി പ്രദേശത്ത് സൈന്യത്തെ നിരത്തേണ്ടി വരുന്നൊരു സാഹചര്യം. ഈ പ്രശ്നം, അതായത് ഈ ഹോർമൂസ് പ്രശ്നം അല്ലെങ്കിൽ ഈ ഗൾഫ് മേഖലയിലെ യുദ്ധം അവസാനിപ്പിക്കുവാൻ പാകിസ്ഥാൻ്റെ മധ്യസ്ഥതയിൽ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ നേട്ടമായിരിക്കും. ഇറാനുമായി ഒരു ബന്ധം മെച്ചപ്പെടുത്താൻ സാധിക്കും, അങ്ങനെ ഈ ബലൂച്ച് പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും. എല്ലാവരുടെയും നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ അവരുടെ ഒരു ഗുഡ് വിൽ വർദ്ധിക്കും. അങ്ങനെയുള്ള ഒരു സംഭവം അതിൻ്റെ വശം എത്രത്തോളം പ്രാധാന്യം അറിയിക്കുന്നതാണ് ആ ആംഗിൾ? നെയ്യപ്പം തിന്നാൽ 2 മെച്ചം, വിശപ്പും അടങ്ങും, മീശയും മിനുക്കാം. ഇപ്പം മുഖം മിനുക്കുന്ന, മീശ മിനുക്കുന്ന ഒരു തിരക്കിലാണ് പാകിസ്ഥാൻ. അതേസമയം പാകിസ്ഥാന്റെ ആത്യന്തികമായ വിശപ്പ് എന്ന് പറയുന്നത് സെക്യൂരിറ്റിയാണ്. നാഷണൽ സെക്യൂരിറ്റി, ദേശീയ സുരക്ഷ വല്ലാതെ അപകടത്തിലാണ്. ബലൂചിസ്ഥാൻ മേഖല, അത് പാകിസ്ഥാന്റെ തെക്ക് മേഖലയാണ്. ആ മേഖല പ്രാക്ടിക്കലി ഗോൺ. അവിടെ വലിയ തീവ്ര വികാരങ്ങളാണ്. ബലൂച്ച് ദേശീയത പാകിസ്ഥാനെ നിയന്ത്രിക്കാനാവാത്ത രീതിയിലേക്ക് വളർന്നു കഴിഞ്ഞു. ബലൂച്ച് ലിബറേഷൻ ആർമി പാകിസ്ഥാൻ സേനകളുമായി നിരന്തരമായ ഏറ്റുമുട്ടലിലാണ്. മാത്രമല്ല ബലൂചിസ്ഥാൻ ജിയോ സ്ട്രാറ്റജിക്കലി ഇറാന്റെ തെക്ക് കിഴക്കൻ ഭാഗവുമായി ചേർന്നാണ്. ഇറാന്റെ ആ ഭാഗത്തിന് പറയുന്നത് സിസ്റ്റേൺ ബലൂചിസ്ഥാൻ എന്നാണ്. അപ്പൊ ബലൂച്ചികൾ എന്ന് പറയുന്നത് അവർക്കായി ഒരു രാജ്യം വേണം എന്ന് പറയുന്ന ഒരു വാദഗതി പോലുമുണ്ട്.
അപ്പോൾ അത് ഇറാൻ്റെ തെക്ക് കിഴക്കൻ ഭാഗവും പാകിസ്ഥാൻ തെക്ക് പടിഞ്ഞാറൻ ഭാഗവും ചേർന്ന ഭാഗമാണ്. മാത്രമല്ല പാകിസ്ഥാൻ ഇറാൻ ബന്ധം പൂർണ്ണമായി അത്ര സുഗമമല്ല, വർഷങ്ങളായി. അതൊരു വിഷയം. പാകിസ്ഥാന്റെ വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യ, നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ് എന്ന് പണ്ട് പറഞ്ഞിരുന്ന സ്ഥലം, അതാണ് വസീറിസ്ഥാൻ, തോറാപോറ ഗുഹകളൊക്കെയുള്ള സ്ഥലമാണ്. ഖൈബർ പഖ്തൂൺഖ എന്ന് പറയും. ഈ ഖൈബർ പഖ്തൂൺഖയിൽ പത്താൻമാർ, അവരെ ഒരു കാലത്ത് ആർക്കും നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല. ബ്രിട്ടീഷുകാർക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല. റഷ്യൻസ് കയറി വന്നപ്പോൾ അവർക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ അമേരിക്കൻ സേനകൾക്കെതിരെ പോരാടിയതും താലിബാനോടൊപ്പം ചേർന്നതും ഇവരൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഇതാ ഈ ഭാഗത്ത് നിന്ന് പാക് താലിബാൻ വലിയൊരു ശക്തിയായി വരുന്നു. അവർ അഫ്ഗാൻ താലിബാനുമായി സഹകരിക്കുന്നു. പാക് താലിബാനും അഫ്ഗാൻ താലിബാനും തമ്മിൽ കൊടുക്കൽ വാങ്ങലുകളുണ്ട്. അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ നിലവിൽ ഇന്ത്യയുടെ സ്വാധീന വലയത്തിലാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ ഫൈൻഡ് ഇറ്റ്സെൽഫ് സാൻഡ്വിച്ച്ഡ് ബിറ്റ്വീൻ ഇറാൻ ആൻഡ് അഫ്ഗാനിസ്ഥാൻ ഓൺ വൺ സൈഡ് ആൻഡ് ഇന്ത്യ ഓൺ ദ അതർ സൈഡ്. ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും മോചനം നേടണമെങ്കിൽ ഗുഡ് വിൽ ഫാക്ടർ വളരെ പ്രധാനമാണ്. ഇറാൻ വിഷയത്തിൽ പാകിസ്ഥാൻ മധ്യസ്ഥത ഒരു ഗുഡ് വിൽ ജനറേഷൻ അറ്റംപ്റ്റ് ആണ്. അപ്പം ഇവിടെ മുഖം മിനുക്കുകയാണ്. അതേപോലെ തന്നെ അമേരിക്കയുടെ സ്കീം ഓഫ് തിങ്സിലേക്ക് വരികയാണ്. അത് മാത്രമല്ല, മിനറൽസ്, ബലൂചിസ്ഥാനിലെ മിനറൽസ് എല്ലാം വിറ്റ് കാശാക്കാൻ ശ്രമിക്കുകയാണ് പാകിസ്ഥാന്റെ ഭരണാധികാരികൾ. അസീം മുനീർ ഒരു തിരുമുൽക്കാഴ്ചയുമായിട്ടാണ് ട്രംപിനെ കാണാൻ പോയതെന്ന് ഓർക്കണം. ഒരു ചെറിയ പെട്ടി, അതിൽ പണ്ട് കുചേലൻ ശ്രീകൃഷ്ണനെ കാണാൻ പോയപ്പോൾ ആവലായിരുന്നു. ഇതിപ്പോ ചില റെയർ എർത്ത് സാധനം കയ്യിലുണ്ട്, ഞങ്ങളുടെ കയ്യിലും ചിലതൊക്കെ ഉണ്ട്. കച്ചവടക്കാരനായ ട്രംപിന് അതൊക്കെ മതിയല്ലോ. ഇതെല്ലാം തന്നെ ഒരുതരം വിൻ വിൻ സിറ്റുവേഷനാണ് പാകിസ്ഥാൻ കാണുന്നത്. ട്രേഡ് നടക്കണം, റെയർ എർത്തിൻ്റെ ഉൾപ്പെടെ ട്രേഡ് നടക്കണം, ബലൂചിസ്ഥാൻ ശാന്തമാകണം. അത് പാകിസ്ഥാൻ മാത്രം വിചാരിച്ചാൽ പറ്റില്ല. അതുമാത്രമല്ല, അഫ്ഗാൻ ബോർഡറിൽ കാര്യമായ സംഘർഷം ഉണ്ടാവരുത്. പാകിസ്ഥാന്റെ ഭരണകൂടം, സൈന്യം നിയന്ത്രിക്കുന്ന, സൈന്യത്തിന് മേധാവിത്വമുള്ള, ISIയുടെ നിയന്ത്രണമുള്ള ഒരു ഭരണകൂടം ഡിഫാക്ടോ നേതാവായി അസീം മുനീർ തുടരുകയും വേണം. അസീം മുനീർ ആണെങ്കിൽ പാകിസ്ഥാന്റെ സേനാ തലവനാണെങ്കിൽ പോലും പാകിസ്ഥാൻ പ്രസിഡന്റിനോ പ്രധാനമന്ത്രിക്കോ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ആദരം അമേരിക്ക അസീം മുനീറിന് കൊടുക്കുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് നേരിട്ടാണ് അസീം മുനീറുമായുള്ള ഇടപാടുകളെല്ലാം, ഇതിന് കൊട്ടേഷനാണ് ഇടപാടുകൾ. അപ്പൊ ഇതെല്ലാം സുഗമമായി മുന്നോട്ട് പോകണമെങ്കിൽ ഈ കരാർ പാകിസ്ഥാൻ ബ്രോക്കർ പീസായി അറിയപ്പെടണം. അവിടെയാണ് ഒരുപാട് താല്പര്യങ്ങളുള്ളത്. ഇത് ഇന്ത്യ സൂക്ഷിച്ചു നോക്കുകയാണ്. ഇവിടെ ഒരു ബാലൻസിങ് ആക്ട് അമേരിക്കക്ക് വേണമെന്ന് ഇന്ത്യക്ക് അറിയാം. അതുകൊണ്ട് എന്തുകൊണ്ട് ഇന്ത്യ അതിശക്തമായി അമേരിക്കയെ വിമർശിച്ചില്ല? സോവിയറ്റ് യൂണിയൻ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങരുത് എന്ന തീട്ടൂരം അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായി. നമ്മളതൊന്നും അങ്ങനെ അംഗീകരിച്ചൊന്നുമില്ല. നമ്മൾ വാങ്ങൽ ചെറുതായിട്ട് കുറച്ചുകൊണ്ട് വന്നു, പക്ഷെ തുടരുന്നു. ഇപ്പോൾ വീണ്ടും എണ്ണ വാങ്ങുന്നുണ്ട്, നല്ലതുപോലെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നുണ്ട് എന്നുകൂടി ഓർക്കണം. വീണ്ടും റഷ്യയിൽ നിന്നാണ് കൂടുതൽ വാങ്ങുന്നത്. ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ്. ഇത് അമേരിക്കയുടെ തീട്ടൂരമൊന്നും ആ രീതിയിൽ ഫലിക്കില്ല. ഇത് അമേരിക്കയ്ക്ക് അറിയാം. അതുകൊണ്ട് എന്നാ പിന്നെ ഔപചാരികമാക്കരുതോ, എന്നാ പിന്നെ ഫോർമലാക്കരുതോ? എന്നിട്ട് അമേരിക്കയിൽ നിന്ന് നേരിട്ടെണ്ണ വാങ്ങാനുള്ള ലാഭകരമായി തന്നെ വെനിസ്വലൻ എണ്ണ, അമേരിക്കയിൽ നിന്നല്ല, ലാഭത്തിന്റെ ഒരു പങ്ക് അമേരിക്കയ്ക്കാണല്ലോ പോകുന്നത്. അമേരിക്ക ഈ ഫീൽഡുകൾ, വെനിസ്വലയിലെ ഓയിൽ ഫീൽഡുകൾ ഡെവലപ്പ് ചെയ്യുന്നു, റൂട്ട് ചെയ്യുന്നു, അമേരിക്ക ബ്രോക്കർ ചെയ്യുന്നു. അല്ലെ, വെനിസ്വലയുടെ എണ്ണ അമേരിക്ക, ഒന്ന് ആലോചിച്ച് നോക്കൂ. മറ്റൊരു രാജ്യത്തിന്റെ സമ്പത്ത് ഇടനില നിന്നുകൊണ്ട് ഞങ്ങളിതെല്ലാം ബിൽഡ് ചെയ്ത് തരാം, നഷ്ടപ്പെട്ട ഓയിൽ ഫീൽഡെല്ലാം പുനഃക്രമീകരിച്ച് തരാം, എന്നിട്ട് നിങ്ങൾക്ക് വിപണി പോലും ഞങ്ങൾ ഉണ്ടാക്കി തരാം. നെഗോഷിയേറ്റ് ചെയ്യുന്ന അമേരിക്കയല്ലേ, ഇന്ത്യയുമായി നെഗോഷിയേറ്റ് ചെയ്ത് വെനിസ്വല അല്ലല്ലോ, അമേരിക്കയല്ലേ. എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് വെനിസ്വലയിൽ നിന്ന് ഇപ്പോൾ ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്, ഇത് നിങ്ങൾ കപ്പലുമായി ചെന്നാൽ മതി, വെനിസ്വലയിൽ നിന്നും എണ്ണ കോരിക്കൊണ്ട് പോരാം. ഇതൊക്കെ കേട്ടാൽ നമ്മൾ അന്താരാഷ്ട്ര രാഷ്ട്രീയം ഇങ്ങനെയൊക്കെയാണോ പോകേണ്ടതെന്ന് ഇതൊക്കെ പഠിച്ചിട്ടുള്ളവരൊന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. അവിടെയാണ് പാകിസ്ഥാനും വലിയ കളിയാണ് കളിച്ചിരിക്കുന്നത്. അവിടെ നിലനിൽപ്പിന് വേണ്ടി തെറ്റ് പറയാനാവില്ല. പാകിസ്ഥാന്റെ ദേശീയ താല്പര്യമാണ്, അല്ലെങ്കിൽ ആർമിയുടെ കൂടെ താല്പര്യമാണ്. അവിടെ ഭാരതം അവിടെ ഒരു നീക്കവുമില്ലാതെ നിന്ന് കഴിഞ്ഞാൽ നാളുകളിൽ പിന്തള്ളപ്പെട്ടു പോകാം. അതുകൊണ്ടാണ് അമേരിക്ക ഇന്ത്യ കരാർ, അത് ഈ വീൺവാക്കുകൾ പറഞ്ഞ് ട്രംപാണ്, വർത്താനം പറയാൻ കൊള്ളില്ല, അദ്ദേഹത്തിന് സംസാരിക്കാൻ അറിയില്ല, അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടാത്ത രീതിയിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ആകും. ഡോണ്ട് പ്രൊവോക്ക് എ പോർക്കിപ്പൈൻ എന്നാണല്ലോ ഇംഗ്ലീഷിലെ ഒരു സേയിങ്. അപ്പൊ ട്രംപിനെ പ്രകോപിപ്പിക്കാതെ ഒരു പരിധിവരെ പ്രലോഭിപ്പിച്ച്, എന്നാൽ ഇന്ത്യയുടെ ദേശീയ താല്പര്യം അടിയറ വയ്ക്കാതെ ഒരു ഡീലിലേക്ക്, സമഗ്രമായ ഡീലിലേക്ക് നമുക്കൊരു ഗുണം കിട്ടി.
നമ്മൾ ഉടനെ ചാടിക്കേറി ഡീല് ഒപ്പുവെച്ചില്ല. ഉം. നമ്മൾ സമഗ്ര വ്യാപാര കരാർ ഒപ്പുവെക്കുന്നതിന് മുമ്പ് അമേരിക്കൻ സുപ്രീം കോടതി ട്രംപിന്റെ ടാരിഫിനെ എടുത്ത് തോട്ടിക്കളഞ്ഞു. അതെ. ഇതോടെ പരിഗണിച്ചുകൊണ്ട് നൗ ഇറ്റ് ഇസ് എ മെലോ ഡൗൺ അമേരിക്ക. ഉം. ഒരു വർഷം മുമ്പുള്ള അമേരിക്ക അല്ല ഇപ്പോൾ. Correct. മച്ച് ബെലോ ഡൗൺ. ഇറാനെ പൂർണ്ണമായി പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. താഴെ വന്നില്ലേ, Correct. കരാർ ഒപ്പിടേണ്ടി വന്നില്ലേ, ബലം പ്രയോഗിച്ച് ഇറാനെ അങ്ങ് തകർത്ത് അമേരിക്ക പുതിയൊരാളിനെ അവിടെ പ്രസിഡന്റായി നിയമിക്കും എന്നൊക്കെ പറഞ്ഞല്ലേ തുടങ്ങിയത്. നടന്നില്ലല്ലോ. അതുകൊണ്ട് അമേരിക്കയും ലേശം റിയലിസ്റ്റിക് ആയി മാറിയിരിക്കുന്നു. ഈ അവസരം ബുദ്ധിപരമായി പ്രയോജനപ്പെടുത്താനാണ് ഭാരതം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കാൻ പോകുന്നത് ഇന്ത്യ അമേരിക്ക ബന്ധം ശക്തമാകുന്നു. അതിനോടൊപ്പം തന്നെ ഹോർമൂസ് എല്ലാവരും നോക്കിയിരിക്കുന്നതാണ്. നമ്മുടെ വിലക്കയറ്റത്തിന്റെ എല്ലാം ആധാരം അതാണല്ലോ. ഹോർമൂസ് അപ്പോൾ സമാധാനത്തിലേക്ക് പോകുന്നു. ഇതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ? അല്ല, അങ്ങനെ തന്നെയാണ്. ഹോർമൂസ് ഇതൊരു മൾട്ടിപ്പിൾ പാക്കേജ് ആണ്. ഹോർമൂസ് തുറക്കുക, 2 പൂട്ടിട്ട് പൂട്ടി വെച്ചിരിക്കുകയല്ലേ ഹോർമൂസ്. അതെ. അമേരിക്ക ഒരു പൂട്ടിട്ട് പൂട്ടി, ഇറാൻ മറ്റൊരു പൂട്ടിട്ട് പൂട്ടി. ഇത് രണ്ടും സമാന്തരമായി തുറക്കേണ്ടതുണ്ട്. ഇറാനെതിരെയുള്ള ഉപരോധം അമേരിക്ക അവസാനിപ്പിക്കുകയും ലോക കപ്പലുകളോടുള്ള അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളോടുള്ള ഉപരോധം ഇറാൻ അവസാനിപ്പിക്കുകയും മുൻപത്തേതുപോലെ ഹോർമൂസ് തുറക്കുകയും വേണം. പക്ഷേ ഇവിടെയാണ് ഒരു ഇറിറ്റൻ്റ് ഉള്ളത്. അടുത്ത 60 ദിവസം ഇപ്പോൾ പ്രപ്പോസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അടുത്ത 60 ദിവസത്തേക്കൂടെ വെടിനിർത്തൽ ദീർഘിപ്പിക്കുകയാണ്. ഇപ്പോൾ 6 ആഴ്ചയായി നിലവിലുള്ള വെടിനിർത്തൽ 2 മാസത്തേക്ക് കൂടി ദീർഘിപ്പിക്കുന്നു. അതിൽ ആദ്യ മാസം ഒരു ഫ്രെയിംവർക്ക് തയ്യാറാവുകയാണ്. ഭാവി കരാറൊന്നും ഒപ്പിട്ടിട്ടില്ല. ഈ കരാറിലുള്ള ഫ്രെയിംവർക്ക് തയ്യാറാകുന്നതേ ഉള്ളൂ. വെടിനിർത്തിയാലേ പറ്റൂ. അപ്പൊ ആ ഒരു ഫ്രെയിംവർക്ക്, ഇതിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് കൂടി പങ്കാളിത്തം ഉണ്ടാകുമോ എന്നതാണ് ഇപ്പോഴത്തെ ചിന്ത. കാരണം അവരാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. എന്ത് പ്രശ്നം വന്നാലും, ഇപ്പൊ വീട്ടിൽ അമേരിക്കയിൽ നിന്ന് വല്യമ്മാവൻ വന്നാലും അല്ലേ, അല്ലെങ്കിൽ പിന്നെ അങ്ങ് ഡൽഹിയിൽ നിന്ന് കൊച്ചമ്മാവൻ വന്നാലും വീട്ടിലെ കോഴിക്ക് ഇരിക്കപ്പുറകതി ഇല്ല എന്ന് പറയുന്ന പോലെ കോഴിയെ പിടിച്ച് കറിയാക്കും. അതുകൊണ്ട് അത് ആണ് ഗൾഫ് രാജ്യങ്ങൾ. എവിടെയില്ല എന്തെങ്കിലും പ്രശ്നം വന്നാലും ഗൾഫ് രാജ്യങ്ങളുടെ മേലിലാണ് മിസൈൽ വന്ന് വീഴുന്നത്. അപ്പോൾ ഇവർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് തന്നെയാണ്. അതുകൊണ്ട് അവരുടെ കൂടെ പങ്കാളിത്തം താല്പര്യം ഉറപ്പാക്കുന്ന ഒരു സമഗ്ര കരാർ, അതിലേക്കാണ് ഇപ്പോൾ ചർച്ചകൾ നീങ്ങുന്നത്. മാത്രമല്ല ഇപ്പോൾ പാരലായി ഇറാൻ പറയുന്നത് ഹോർമൂസ് തങ്ങളുടെ സ്വാധീന മേഖലയിൽ നിലനിർത്തും. കൂട്ടത്തിൽ ഒമാനും ഉണ്ട്. ഒമാൻ തെക്ക് ഭാഗത്തും ഇറാൻ വടക്ക് ഭാഗത്തും വേണമെങ്കിൽ UAEക്കും അതിനോടൊപ്പം പങ്കുചേരാം. അപ്പോൾ അതിലെയുള്ള ഗതാഗതം മുൻപത്തേതുപോലെ സുഗമമാകുമോ, അതോ ഏതെങ്കിലും രീതിയിലുള്ള ഒരു കപ്പം തീരുവ അതല്ലെങ്കിൽ ചുങ്കം പിരിവ് വേണ്ടി വരുമോ? അതാണ് സ്വാധീന മേഖല എന്നൊക്കെ പറയുമ്പോൾ വെറുതെ സ്വാധീനം എന്ന് കടലാസ് എഴുതി വെച്ചിട്ട് കാര്യമുണ്ടോ? ശരി, നിങ്ങളുടെ സ്വാധീനം അംഗീകരിച്ചിരിക്കുന്നു, പക്ഷേ അതിന് നടപടി വല്ലതും ഉണ്ടാകുമോ എന്നതാണ്. അപ്പൊ അതിലേക്ക് എത്തിച്ചു നിർത്തിയാൽ അമേരിക്കക്ക് വല്ലാതെ മുഖം നഷ്ടപ്പെടും. അതുകൊണ്ട് ഒരു സമഗ്ര കരാർ ആയിട്ടില്ല. പക്ഷെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇഷ്ടം പോലെ കപ്പലുകൾ അടുത്ത ദിവസം മുതൽ സുഗമമായി പോകട്ടെ. അപ്പോൾ ഇന്ത്യയുടെ എണ്ണ ലഭ്യത ഇപ്പൊ സ്ട്രാറ്റജിക് റിസർവ്സ് അടുത്ത 2 മാസത്തേക്ക് കൂടെ ഉണ്ട് എന്നാണ് പറയുന്നത്. പൂർണ്ണമായി എണ്ണ ഇല്ലാത്ത അവസ്ഥ വരില്ല. പക്ഷേ ഉടനടി ഇപ്പൊ എണ്ണ മൂവ്മെന്റ് റെഡിയായാൽ അത് മാസങ്ങൾ എടുക്കും അത് സുഗമമാകാൻ. ഇതിൽ ഈ സപ്ലൈ ലൈൻസ് വല്ലാതെ റപ്ചേർഡായി സുഗമമായി കഴിഞ്ഞാൽ എണ്ണ വില കുറഞ്ഞേ മതിയാവൂ. ഒരുപക്ഷെ യുദ്ധം തുടങ്ങുന്നതിന് മുൻപുള്ള വിലയേക്കാൾ വളരെ താഴെ പോയേക്കാം. കാരണം എന്തുകൊണ്ടാണ്? ഇൻവെന്ററീസ് പെരുകയല്ലേ. ഈ കെട്ടിക്കിടക്കുന്ന എണ്ണ എങ്ങനെയെങ്കിലും ചെലവഴിച്ചേ പറ്റൂ, അല്ല എങ്കിലേ എണ്ണ ഉത്പാദനം നടക്കൂ. അപ്പൊ അതുകൊണ്ടാണ് ഭീതിതമായ രീതിയിൽ എണ്ണ വില വർദ്ധിച്ചത്. അതുപോലെ തന്നെ താഴെ വരാനുള്ള സാധ്യത തെളിഞ്ഞു. ആയിട്ടില്ല, കരാറൊപ്പിട്ടിട്ടില്ല, പക്ഷെ അതിനുള്ള സൂചന കാണുന്നുണ്ട്. പക്ഷെ വീണ്ടും പറയുന്നു, ട്രംപാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഉറപ്പ് എന്ന് പറയുന്ന പോലെയാണ്. മണ്ടനല്ല, ബുദ്ധിമാനായ സ്വേച്ഛാധിപതിയാണെന്നാണ്. അല്ല, ഒരു കാര്യം അങ്ങനെ ചോദിച്ചോളൂ, താൻ സ്വേച്ഛാധിപതിയാണ്, പക്ഷെ മണ്ടനല്ല, ബുദ്ധിമാനാണ്. അതിബുദ്ധിമാൻ പലപ്പോഴും മണ്ടന്റെ പ്രയോജനമാണ് ചെയ്യുന്നത് എന്നത് കൂടി നമ്മൾ ചേർത്ത് വായിക്കണം. തീർച്ചയായിട്ടും. എന്തായാലും ആശ്വാസത്തിന്റെ വാർത്തകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ നിന്നും അമേരിക്കയിൽ നിന്നുമൊക്കെ തന്നെ ഇന്ത്യയുമായി ചങ്ങാത്തം കൂടാൻ വീണ്ടും വന്നിരിക്കുകയാണ് അമേരിക്ക. അതിനുവേണ്ടിയുള്ള വലിയ ദൂതാണ് അയച്ചിരിക്കുന്നത്. നമുക്ക് നമ്മെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു കരാറിലേക്ക് പോകുന്നു. ഒപ്പം തന്നെ അമേരിക്കയ്ക്കും ഗുണമുള്ള കരാർ തന്നെയാണ്. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാലമിട്ടാൽ ഗുണം വേണമല്ലോ. അപ്പം അത്തരത്തിലുള്ള ഒരു കരാർ അവിടെ വരുന്നു. അതിലൂടെ ഇന്ത്യയുടെ ഭൗമരാഷ്ട്രീയത്തിലെ സ്ഥാനം കുറെ കൂടി മെച്ചപ്പെടുമെന്നുള്ള വിലയിരുത്തലുണ്ട്. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഹോർമൂസ് കടലിടുക്ക് സമാധാനത്തിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞിരിക്കുകയാണ്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഈ
ഊർജ്ജ പ്രതിസന്ധിയുടെ ഒരു ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന ലോകത്തിന് സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്താൻ സാധിക്കും ഇതിലൂടെ എന്നാണ് നമ്മൾ പ്രത്യാശയോടുകൂടി കാണേണ്ട ഒരു കാര്യം. അങ്ങനെ തന്നെ ആകട്ടെ. എന്തായാലും നമ്മൾ ചിത്രത്തിന് പിന്നിൽ നിന്നും വായിച്ചെടുക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. പാകിസ്ഥാൻ, ഈജിപ്റ്റ്, സൗദി, തുർക്കി ഈ 4 രാജ്യങ്ങൾ അവർ ഒരു അദൃശ്യ വലയം സൃഷ്ടിക്കുകയാണ്, സഖ്യം സൃഷ്ടിക്കുകയാണ്. പശ്ചിമേഷ്യൻ മേഖല ഇനി ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്നൊരവസ്ഥയിലേക്ക് ഈ സഖ്യം ഭാവിയിൽ പറയുവാനുള്ള സാധ്യതയും ഏറെയാണ്. അത് അമേരിക്കയ്ക്ക് ആശങ്ക നൽകുന്ന കാര്യമാണ്. ഇന്ത്യക്കും അത് അത്ര ശുഭകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയല്ല. ഇതിന് പിന്നിലെ പൊളിറ്റിക്സ്. കാത്തിരിക്കാം വരും നാളുകൾ ഇതിനെ എങ്ങനെ ആയിരിക്കും മറ്റ് മേഖലകളെ സ്വാധീനിക്കാൻ പോകുന്നത് എന്നുള്ളത്, എങ്ങനെ നമുക്കിതിനെ നിയന്ത്രിക്കാൻ സാധിക്കും എന്നുള്ളതും ഒക്കെ തന്നെ. വളരെയധികം നന്ദി സാർ ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.